തേൻവരിക്ക ചക്ക കേട്ടാൽ മതി വായിൽ വെള്ളം മൂറും. ആരാ? തിന്നവന്റെ വായിൽ. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് അതിശയം തോന്നും. ഇതൊക്കെ ഞാൻ പൊട്ടിച്ചെടുത്ത് എൻ്റെ വാഴ, അതുപോലെ തന്നെ റംബൂട്ടാൻ, സപ്പോട്ട ഈ മരത്തിനൊക്കെ വെട്ടി നോക്കി ഇട്ട് കൊടുക്കണം. എന്താ കാരണം? ചക്ക പഴുത്തത് എല്ലാവർക്കും ആവശ്യമുണ്ട്. പക്ഷെ ഞാൻ ഇട്ട് ഈ കാട്ടിൽ വന്ന് ഇട്ട് അവരെ വീട്ടിൽ കൊണ്ടുപോകണം. അപ്പൊ ഇതൊരു അബിയോന്റെ ചെടിയാണ്. അപ്പൊ ഞാൻ ഇതിന്റെ കടക്കെല്ലാം പുല്ലൊക്കെ കളഞ്ഞിട്ട് ഇതിന് വെട്ടിയിട്ട് കൊടുക്കണം. അപ്പൊ ഇനി നമുക്ക് ചാണകം അല്ലെങ്കിൽ ചാരമൊന്നും പണം കൊടുത്ത് കഴിക്കണ്ട. അപ്പൊ ഇന്ന് എല്ലാവർക്കും ചക്കപ്പഴം അല്ലെങ്കിൽ ചക്കട, ചക്കലുവ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവും, ചക്കയിൽ ഈച്ച പൊതിഞ്ഞ പോലെ ഇന്ന് കേട്ടിട്ടുണ്ടാവും. അതായത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ നിറച്ച ആൾക്കാർ കൂടും. അപ്പോൾ അതിന് ഈ ചക്കൊക്കെ പഴുത്തിട്ടുണ്ടെങ്കിൽ മണിയൻ ഈച്ച, സാധാരണ ഈച്ചക്ക് ഇഷ്ടം പോലെ വരും. അതിനാണ് ജനക്കൂട്ടങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറയുന്ന ഒരു ഡയലോഗാണ്, ചക്കയിൽ ഈച്ച പൊതിഞ്ഞ പോലെ. അപ്പോൾ ഉണ്ടല്ലേ, ഈ ചക്കളൊക്കെ ഞാൻ ഇട്ട് എൻ്റെ ചെടികൾക്ക് വളമാക്കണം. എന്താ കാരണം? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനമാണ്. പക്ഷെ ഞാൻ ഇതുപോലെ തോട്ടി വെച്ച് വലിച്ചിടോ അല്ലെങ്കിൽ കോണി വെച്ച് കയറി പൊട്ടിച്ച് അവരുടെ വീട്ടിൽ കൊണ്ടുപോകണം. ആരുടെ? ആവശ്യക്കാരൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മേടിക്കും, അവർ തിന്നും. പക്ഷെ എൻ്റെ വീട്ടിൽ വന്നിട്ട് ചക്ക വാങ്ങി കൊണ്ടുപോകാൻ ആരുമില്ല. പണത്തിനല്ല, ഫ്രീ ആയിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നാട്ടും പ്രദേശത്തൊക്കെ ഇഷ്ടം പോലെ പലരുടെയും വീടുകളിൽ ചക്ക പഴുത്ത് ചീഞ്ഞു പോകണം. എന്താ കാരണം? ഇന്ന് എല്ലാവർക്കും ഇഷ്ടം പോലെ പണം ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ഈ വക ഭക്ഷണങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചു. അപ്പോൾ ആ കടകളിൽ പറയണ ചപ്പാത്തി അല്ലെങ്കിൽ ദോശമാവ് ഇതൊക്കെ മേടിച്ചാണെങ്കിൽ വീട്ടിലങ്ങനെ കൊണ്ടിട്ടാൽ മതി, അപ്പനെ കെട്ടിയായി. കണ്ടില്ലേ? അപ്പോൾ ഈ ചക്കകൾ മുഴുവൻ ഞാൻ വലിച്ച് താഴെ ഇട്ട് എൻ്റെ ചെടികൾക്ക് വളമാക്കണം. അപ്പം ഇന്ന് നാട്ടിൻ പ്രദേശത്തൊക്കെ ചക്ക ഉണ്ടായി തുടങ്ങുമ്പോൾ തന്നെ ഇടിയൻ ചക്ക എന്നിട്ട് ഓരോ ആൾക്കാർ വന്നിട്ട് ലോറി കണക്കിന് ഇട്ടുകൊണ്ട് വേണം. അപ്പോൾ പഴുത്ത ചക്കകൾ ഇഷ്ടം പോലെയാണ്. ഇതൊക്കെ എൻ്റെ അബിയു, വാഴ, പൈനാപ്പിള് കണ്ടില്ലേ? ഇതൊക്കെ എന്ത് ഇവർക്കൊക്കെ ഭക്ഷണം. അപ്പോൾ ഇതൊക്കെ വെട്ടിമുറിച്ച് ഓരോ സ്ഥലങ്ങളിടാം. അപ്പോൾ പണ്ടല്ല, ഇപ്പോഴും അമേരിക്ക അല്ലെങ്കിൽ വലിയ വലിയ രാജ്യങ്ങളുണ്ട്, വലിയ വലിയ രാഷ്ട്രങ്ങളിൽ ഗോതമ്പ്, അരി ഇതൊക്കെ കുറേ ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ കൂടുതലാകുമ്പോൾ അതൊക്കെ കത്തിച്ച് കളയണം. അതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ കൊണ്ടുവരണമെങ്കിൽ ആ കപ്പലിനും അല്ലെങ്കിൽ ഫ്ലൈറ്റിനൊക്കെ ഇഷ്ടംപോലെ പൈസ കൊണ്ടുവരും. അപ്പോൾ അതുപോലെ തന്നെ ഇതൊക്കെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരണമെങ്കിൽ എൻ്റെ ജീപ്പ് കയറ്റി അവരുടെ വീട്ടിൽ കൊണ്ടുവരണമെങ്കിൽ അതിനും വേറെ കാശ്. ഇവിടെ ഒന്ന് കൊണ്ടുപോകാം, അതുമില്ല. അപ്പം നമ്മൾ ഈ കൊതുകടിയും കൊണ്ട് അല്ലെങ്കിൽ കാട്ടിക്കോട കണ്ടില്ലേ, ഇതും തൂക്കി പിടിച്ച് വല്ലവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് എന്ത് കാര്യമുണ്ട്? അവൻ്റെ പണ്ടൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. എന്താ വെച്ചാൽ വെറുതെ അങ്ങോട്ട് ഓരോ വീടുകളിലേക്ക് കയറി ചെല്ലാം. ഇന്നിപ്പോൾ അവിടെ ഗേറ്റ് പൂട്ടിയിട്ടുണ്ടാവും, ചിലപ്പോൾ ലോക്ക് ഇട്ടുണ്ടാവും, ആമത്താഴ് പാഡ് ലോക്ക് ഇട്ടിട്ട് പൂട്ടിയാക്കായിരിക്കും, അല്ലെങ്കിൽ പട്ടി ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ ബെല്ലടിച്ചിട്ട് അകത്തേക്ക് ആണെങ്കിൽ കുറച്ച് സമയം എടുക്കും. അതിൽ നല്ലത് വെട്ടിക്കൂട്ടി നമുക്ക് ഇവിടെ വളം ആക്കണം. അപ്പോൾ ഞാനിതൊക്കെ നശിപ്പിച്ച് കളയല്ല, ഇത് വളമാക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? അതുകൊണ്ട് ചേട്ടനിത് അടുത്തുള്ള വീട്ടുകാർക്ക് കൊടുക്കണ്ടല്ല, അടുത്തുള്ളവർക്കല്ല, നിനക്ക് തരാം. നീ എൻ്റെ വീട്ടിൽ വരുമോ? വരില്ല. അതന്നെ. അപ്പോൾ ഇഷ്ടം പോലെയാണ് ചക്ക. അതായത് തേൻവരിക്ക ചക്ക ഞങ്ങൾ കുറേ ആട്ട ഉണ്ടാക്കും, അതുപോലെ തന്നെ അലുവ ഉണ്ടാക്കും, ഇതൊക്കെ ഉണ്ടാക്കാറുണ്ട്. ചക്ക അട, ചക്ക അലുവ, ചക്ക വറുത്തത്, ചക്ക ചിപ്സ്, ജാക്ക്ഫ്രൂട്ട് ചിപ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പേരക്കുട്ടിയുടെ അസ്റ്റലിന് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അവൾക്ക് സബിത സ്ഥിരം ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഉണ്ടോ, കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അടുത്ത വർഷം അബിയുമ ഒരു 10 കായ കൂടുതലായി കിട്ടും. 10 കായെന്ന് നിങ്ങൾ കേട്ടണമെങ്കിൽ 10 കായ്ക്ക് ഒരു 200 രൂപ 250 രൂപ വിലയായി. അപ്പോൾ ഈ അബിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെടികളെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വല്ലപ്പോഴും ഇതിൻ്റെ കണിക്കൊക്കെ വന്ന് നോക്കണം. അല്ലെങ്കിൽ പുല്ല് അല്ലെങ്കിൽ വള്ളി, കാട്ടുവള്ളികളൊക്കെ കയറിയിട്ട് നശിച്ചു പോകും. അപ്പം ഞാനൊക്കെ ഈ അബിയു ചെടി അല്ലെങ്കിൽ എന്തെങ്കിലും സപ്പോട്ട
അല്ലെങ്കിൽ മാംഗോസ് ഇതൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ അടുത്ത് പൈനാപ്പിൾ അല്ലെങ്കിൽ വാഴ അതൊക്കെ കുഴിച്ചിടും. അപ്പോൾ നമ്മൾ ഒരു 5-6 മാസം കഴിയുമ്പോൾ പൈനാപ്പിൾ പൊട്ടിക്കാൻ വരും, അല്ലെങ്കിൽ വാഴ കുറച്ചൊന്ന് നോക്കാൻ വരും, അതിന് വെള്ളം കൊടുക്കാൻ വരും. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ നോക്കും. അപ്പോൾ 1 കൊല്ലം 2 കൊല്ലത്തേക്കൊക്കെ ഈ വക ചെറിയ മരത്തൈകൾ കൊച്ചു കുട്ടികളെ നോക്കണ പോലെ നോക്കണം. ഇടയ്ക്ക് 1 മാസത്തിലോ 2 മാസത്തിലൊക്കെ വന്ന് നോക്കണം. എന്നാലാണ് ഇത് നന്നായി വളർന്ന് പറയുന്ന സമയത്ത് ഇതുമ്മ ഫ്രൂട്ട്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു രസമാണ്. രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു സ്റ്റൈല് എന്താ പറയുക, കൊണ്ടായിട്ടുണ്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഈ അഭിയമ്മൊക്കെ അടുത്ത വർഷം ഇഷ്ടംപോലെ പഴം ഉണ്ടായി കിട്ടും. ഇതൊരു ഇവിടെ ഈ കാട്ടിലൊരു ഞാവലും ഉണ്ട്. ഞാവൽ അതുണ്ട്, മധുര ഞാവൽ. അപ്പം അതിൻ്റെ അവിടുത്തെ പുല്ല് കടക്കുന്ന ഒറ്റ വീശ മതി. എൻ്റെ വാള് കണ്ടോ, വാൾക്ക് വീശി പുല്ലുകളൊക്കെ കളഞ്ഞിട്ട് വേണം ഈ ചെടീനെ ഒന്ന് സംരക്ഷിക്കാൻ. ഇതാണ് ചെടി കണ്ടത്, കാട്ടുവള്ളിയൊക്കെ നിറഞ്ഞ്. അപ്പുറത്ത് വാഴയിൽ കെട്ടിപ്പിടിച്ച് കയറിപ്പോകുന്നത് കാട്ടുവള്ളിയല്ല, അതാണ് നമ്മളുടെ കുത്തുകിഴങ്ങ്, കാവുത്ത് കാച്ചിൽ എന്നൊക്കെ പറയും, ആ സാധനങ്ങളത്. നിറയെ പുല്ല് പിടിച്ചു, കുറേ ചെടികളുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും കടയ്ക്ക് പോയിട്ട് സ്ഥിരം നോക്കാനൊന്നും എനിക്ക് സമയം കിട്ടില്ല. കാലത്തൊരു 2 മണിക്കൂറാണ് കിട്ടുള്ളൂ. അതിന് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടാവും. അല്ലേ ഈ വള്ളികളൊക്കെ നമ്മളിങ്ങനെ പതുക്കെ അഴിച്ചെടുക്കണം, അല്ലാണ്ട് ശക്തി എടുത്തിട്ട് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂമ്പൊക്കെ വളരെ സോഫ്റ്റാണ്, അതൊക്കെ ഒടിഞ്ഞ് നോക്കിപ്പോവും. അപ്പോൾ അതിൻ്റെ വളർച്ച നിൽക്കും. അപ്പോൾ നമ്മൾ ഈ വള്ളികളൊക്കെ മുറിച്ച് പതുക്കെ കളയണം. ഒരു 2 വർഷം പരുവമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് ശ്രദ്ധിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. അവൻ്റെ പിന്നെ ഈ വള്ളികൾക്ക് തളയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ആനയ്ക്കൊക്കെ കൂച്ചു കളഞ്ഞിട്ടുണ്ടോ പോലെ ചെടീനൊന്നും ചെയ്യാൻ പറ്റില്ല, ഇവരങ്ങ് പോകും. നമ്മൾ ഇതുപോലെ കുറച്ച് സമയം കണ്ടെടുത്തിട്ട് ഇതുപോലെയുള്ള